ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ വിദ്യാർത്ഥിയും. ഇതായി തൊട്ടടുത്ത ദിവസം തന്നെ റിസൾട്ട് വരാൻ പോവുകയാണ്. ഇനി അധികമൊന്നും കാത്തിരിക്കേണ്ട ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രഖ്യാപനം വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. അതിന് മുന്നേ SSLC റിസൾട്ടിനെ കുറിച്ചും പ്ലസ് 1 അഡ്മിഷനെ കുറിച്ചും ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം പ്ലസ് 1 അഡ്മിഷനെ കുറിച്ചിട്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു. ഈ വർഷത്തെ പ്ലസ് 1 അപേക്ഷ, അതായത് പ്ലസ് 1 അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷ മെയ് 14 മുതൽ ആരംഭിക്കുമെന്നാണ്. മെയ് 9 റിസൾട്ട് വന്നാൽ മെയ് 14 മുതൽ തന്നെ നിങ്ങൾ പ്ലസ് 1 വേണ്ടിയിട്ട് അപേക്ഷിച്ച് തുടങ്ങണം. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുക. എങ്ങനെ അപേക്ഷിക്കുക, അതിൻ്റെ രീതികൾ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യും. അത് നമുക്ക് കാണാം. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു. പ്ലസ് 1 ക്ലാസ്സുകൾ ഒട്ടും വൈകില്ല, ജൂൺ 18 തന്നെ ആരംഭിക്കുമെന്നുള്ളതും ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ നല്ലൊരു കാര്യമാണ് നേരത്തെ തന്നെ പ്ലസ് 1 ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ളത്. കാരണം പ്ലസ് 1 ക്ലാസ്സുകൾ തുടങ്ങാൻ വൈകി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചാപ്റ്ററുകൾ വേഗത്തിൽ പോവുകയും അവസാനം പരീക്ഷ എടുപ്പിച്ചൊക്കെ കുറച്ച് കുട്ടികൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇത്തവണ അതുണ്ടാവില്ല. ജൂൺ 18 തന്നെ പ്ലസ് 1 ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സോ മെയ് 14 എന്ന ഡേറ്റ് ഓർക്കുക. നിങ്ങളുടെ പ്ലസ് 1 അപേക്ഷിച്ച് തുടങ്ങേണ്ട സമയമാണ്. ജൂൺ 18 എന്ന ഡേറ്റ് ഓർക്കുക. നിങ്ങളുടെ പ്ലസ് 1 ക്ലാസ്സുകൾ തുടങ്ങുന്ന ദിവസമാണ്. വീണ്ടും കാണാം. താങ്ക് യു.